സ്റ്റോപ്പുമായി സനോജാണ് എത്തുന്നത്. സനോജ്, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ പത്രവാർത്തകൾ എന്തെല്ലാമാണ്? ഏതെല്ലാം പത്രങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു? ഹർഷൻ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് ശ്രീനിവാസിൽ നിന്ന് തന്നെ തുടങ്ങണം. കാരണം മലയാളിയുടെ ഒരേ ഒരു ശ്രീനി സാംസ്കാരിക കേരളം അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഈ കേരളീയ സമൂഹം വിട നൽകിയ ദിവസത്തിൻ്റെ ആ വാർത്തകളിൽ തന്നെയാണ് ഇന്ന് പ്രധാനപ്പെട്ട തലക്കെട്ടുകളും ഒപ്പം ഒന്നാം പേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ ശ്രീനിവാസൻ വന്നിരിക്കുന്നു. അതിൽ നിന്ന് തുടങ്ങാം. നന്മകൾ നേർന്ന ശ്രീനി യാത്രയായി എന്നാണ് മാതൃഭൂമിയുടെ ഒന്നാം പേജിലെ വാർത്ത. അതിൽ വളരെ ഹൃദയഭേദകമായ അല്ലെങ്കിൽ അങ്ങേയറ്റം വൈകാരികമായ മുഹൂർത്തങ്ങളെ പത്രങ്ങൾ ആ രീതിയിൽ തന്നെ അവതരിപ്പിച്ചിരിക്കുന്നു. ഏതായാലും നന്മകൾ നേർന്ന ശ്രീനി യാത്രയായി എന്ന് മാതൃഭൂമി ഒന്നാം പേജിൽ പറയുന്നു. ഒപ്പം ചിതയ്ക്കൊപ്പം വെള്ളക്കടലാസും പേനയും എന്ന് സത്യനന്ദിക്കാട് വെച്ച എന്നും എല്ലാവർക്കും നന്മകൾ മാത്രം വരട്ടെ എന്നെഴുതിയ കുറിപ്പും ശ്രീനിവാസൻ ഉപയോഗിച്ചിരുന്ന പേനയും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വെച്ചുകൊണ്ട് ആ ചിതയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് വെച്ച ആ വാർത്തയും ഒപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ വിമല അന്ത്യചുംബനം നൽകുന്ന ആ ചിത്രം സഹിതം മാതൃഭൂമി ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നു. ചിന്തയിൽ എരിഞ്ഞ് ചിരി എന്നാണ് മലയാള മനോരമ ഒന്നാം പേജിൽ നൽകിയിരിക്കുന്ന തലക്കെട്ട്. അതിൽ മലയാളിയുടെ ചിന്തകളിൽ ചിരി കൊണ്ട് തീ പടർത്തിയ നടൻ ശ്രീനിവാസന് കണ്ണീരിൻ്റെ പാലാഴിയിൽ അന്ത്യനിദ്ര എന്നാണ് അവരുടെ ഇൻട്രോയിൽ പറയുന്നത്. ആ ചിത്രം സഹിതം വാർത്ത നൽകിയിരിക്കുന്നു. ഒപ്പം ഉൾപേജിൽ, അതായത് ഈ സത്യനന്ദിക്കാടിൻ്റെ അവിടുത്തെ ആ സമയത്ത് ധ്യാൻ ശ്രീനിവാസും സത്യനന്ദിക്കാട് വളരെ വികാരഭരിതനായി എഴുതി കുറിപ്പ് അവിടെ വെക്കുന്ന ആ ചിത്രം സഹിതം 9-ാം പേജിൽ സത്യനെഴുതി ശ്രീനിയുടെ അവസാന വാചകം നെഞ്ചിൽ എരിഞ്ഞു ആ കുറിപ്പും പേനയും എന്ന് 9-ാം പേജിൽ മലയാള മനോരമ നൽകിയിരിക്കുന്നു. നടൻ സൂര്യ അടക്കമുള്ളവർ അവിടെ എത്തിയ ചിത്രം സഹിതം ആണ് ആ വാർത്ത നൽകിയിരിക്കുന്നത്. ഇനി ഓർമ്മക്കാറ്റ് എന്നാണ് ദേശാഭിമാനി ഒന്നാം പേജിൽ നൽകിയിരിക്കുന്ന തലക്കെട്ട്. അദ്ദേഹത്തിന് ഗാർഡ് ഓഫ് ഓണർ നൽകുന്ന പോലീസിൻ്റെ ചിത്രം സഹിതമാണ് ദേശാഭിമാനി നൽകിയിരിക്കുന്നത്. ഒപ്പം ശ്രീനി ഇനിയില്ല എന്ന് മാധ്യമം ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നു. മലയാളത്തിൻ്റെ പ്രിയ ചലച്ചിത്രകാരന് വിട എന്നും മാധ്യമം എഴുതിയിരിക്കുന്നു. ശ്രീനി ഇനി ഹൃദയജ്വാല എന്ന് കൗമുദി എഴുതിയിരിക്കുന്നു. ശ്രീനിവാസന് കണ്ണീർ പ്രണാമം, വിട ചൊല്ലാനാവാതെ ഭാര്യയും മക്കളും. ഇതുപോലൊരു നടൻ ഒരിക്കലും, അല്ലെങ്കിൽ ഇതുപോലൊരു ഭാഷ ഉപയോഗിച്ച ഒരാൾ, ഇതുപോലൊരു ആഖ്യാനം കഥാപാത്രങ്ങളിലും സിനിമയിലും കൊണ്ടുവന്ന ഒരാൾ ഒരുപക്ഷെ മലയാള സിനിമയിൽ ഇനി വേറെ ഉണ്ടാവില്ല. ആ രീതിയിൽ തന്നെ ഏതായാലും സാംസ്കാരിക കേരളം അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകി. ആ വാർത്തയ്ക്ക് എല്ലാ അർഹിക്കുന്ന പരിഗണനകളോടും ഇന്നലെ നമ്മളത് പറഞ്ഞതാണ്. മലയാളത്തിൻ്റെ ഒരു VKN പോലെ ഒരാൾ എഴുതുന്നു എന്നുള്ളത് പത്രങ്ങൾ പ്രത്യേകമായി ഉപയോഗിച്ചിരുന്നു. ഏതായാലും ആ വാർത്ത തന്നെയാണ് ഏറ്റവും വളരെ അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടെ ഒന്നാം പേജിൽ എല്ലാവരും നൽകിയിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് വന്നാൽ, അതായത് മാധ്യമത്തിൻ്റെ ഒന്നാം പേജിൽ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത, കേരളം ശ്രദ്ധിക്കേണ്ടതോ അല്ലെങ്കിൽ കേരളം ചർച്ച ചെയ്യേണ്ടതോ ആയ വാർത്ത, ഈ നേരത്തെ പറഞ്ഞ പോലുള്ള ഒരു തരത്തിലുള്ള പ്രിവിലേജസും ഇല്ലാത്ത മറ്റൊരു വിയോഗ വാർത്ത അല്ലെങ്കിൽ ഒരു ദാരുണമായ വാർത്തയിലേക്ക് കൂടെ ഒന്നാം പേജിലേക്ക് മടങ്ങി വരാം. അത് മാധ്യമത്തിൻ്റെ ഒന്നാം പേജിൽ രാം നാരായണൻ്റെ കുടുംബം പറയുന്നു, തല്ലിക്കൊന്നില്ലേ നീതിയില്ലാതെ മടങ്ങില്ല എന്നുള്ളതാണ്. നീതി ലഭിക്കാതെ, അതായത് പാലക്കാട് വളയാറിൽ ആൾക്കൂട്ട മർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ട രാം നാരായൺ ബഘേലിൻ്റെ കുടുംബം, അവരുടെ ആ സങ്കടം അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ളവർ ഇവിടെ എത്തിയതിൻ്റെ ചിത്രം സഹിതം ആ വാർത്ത വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്നു. നെഞ്ച് തകർന്ന് എന്ന് സിറാജ് ഒന്നാം പേജിൽ കൊടുത്തിരിക്കുന്നു. അതിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇതര സംസ്ഥാന തൊഴിലാളി രാംനാരായണൻ്റെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം കണ്ട് പൊട്ടിക്കരയുന്ന ഭാര്യ ലളിത, മക്കൾ സമീപം. ആ കൊച്ചിൻ്റെ പടം, അവരുടെ ആ നോട്ടം, ആ സ്ത്രീയുടെ കരച്ചിൽ, അത് ആ രീതിയിലാണ് നൽകിയിരിക്കുന്നത്. അത് കേരളം അല്ലെങ്കിൽ കേരളത്തിൻ്റെ മനസാക്ഷിയെ ഒരു മുറിവേൽപ്പിക്കുന്നതോ ഞെട്ടിപ്പിക്കുന്നതായൊരു സംഭവം എന്ന് തന്നെ പറയേണ്ടി വരും. ഒരിക്കലും സംഭവിച്ചുകൂടാത്തൊരു കാര്യം. അതിന് ആ രീതിയിൽ തന്നെയാണ് ആ വാർത്തകൾ മിക്കവാറും പത്രങ്ങൾ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളുടെ ഒരു ഫോളോ അപ്പ് ആയിട്ട് തന്നെയാണ് ആ വാർത്ത വന്നിരിക്കുന്നത്. ചന്ദ്രികയുടെ ഒന്നാം പേജിൽ മൃതദേഹം ഏറ്റുവാങ്ങാതെ ബന്ധുക്കൾ, പാലക്കാട്ടെ ആൾക്കൂട്ട കൊലപാതകം എന്ന് അതിനകത്ത് പറഞ്ഞിരിക്കുന്നു. ചന്ദ്രിക ഒന്നാം പേജിൽ ആ വാർത്ത ആ രീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഏതായാലും അതിൽ ഇനി എന്തൊക്കെയാണ് അക്കാര്യത്തിൽ മന്ത്രി ഇടപെടുകയും അക്കാര്യത്തിൽ അവരുമായി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നു. ഏതായാലും മറ്റ് വാർത്തകളിലേക്ക് കൂടെ വരാം. അത് ശബരിമല വിമാനത്താവളം ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടാണ്. അതിൽ ഭൂമി ഏറ്റെടുക്കൽ റദ്ദാക്കി എന്നുള്ള വിജ്ഞാപനം അസാധുവാക്കിയ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രധാനപ്പെട്ട വാർത്ത ഒന്നാം പേജിൽ പ്രധാനപ്പെട്ട തലക്കെട്ടായി മാതൃഭൂമി നൽകിയിരിക്കുന്നു. ഈ വാർത്ത വലിയ പ്രാധാന്യത്തിൽ
തന്നെയാണ് മലയാള മനോരമ അടക്കമുള്ളവർ നൽകിയിരിക്കുന്നത്. എന്തിന് ഇത്രയും ഭൂമി എന്നാണ് മലയാള മനോരമയിലെ അവർ തലക്കെട്ട് നൽകിയിരിക്കുന്നത്. പദ്ധതിക്ക് വേണ്ട ഏറ്റവും കുറഞ്ഞ ഭൂമി എത്രയെന്ന് കണ്ടെത്തിയില്ലെന്ന് ഹൈക്കോടതി വീണ്ടും സാമൂഹിക ആഘാത പഠനം നടത്തണം എന്നും അതിൽ പറഞ്ഞിരിക്കുന്നു. ഇത് ഒരു വലിയ പ്രാധാന്യത്തിൽ ഇതിൻ്റെ ഉൾപേജിലടക്കം ഈ വാർത്തയ്ക്ക് ഒരു പ്രാധാന്യത്തോടുകൂടെ എല്ലാ പത്രങ്ങളും നൽകിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഇന്ന് ഒന്നാം പേജിൽ ഇത് സുപ്രഭാതവും വിജ്ഞാപനം റദ്ദാക്കിയെന്ന് തന്നെയാണ് ഒന്നാം പേജിൽ ആ വാർത്ത നൽകിയിരിക്കുന്നത്. പക്ഷേ അവർ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടല്ലാത്ത മറ്റൊരു വാർത്ത കൂടെ ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നു. അത് പലസ്തീനികളെ ദക്ഷിണാഫ്രിക്കയിലേക്ക് കടത്തുന്നു എന്നൊരു വാർത്ത ഇന്ന് സുപ്രഭാതത്തിൻ്റെ ഒന്നാം പേജിൽ ഗസ പൂർണ്ണമായി ആൾപ്പാർപ്പമില്ലാത്ത ഒരു പ്രദേശമാക്കുന്നതിൻ്റെ ഭാഗമായി പലസ്തീനികളെ ദക്ഷിണാഫ്രിക്കയിലേക്ക് കടത്തുന്നു എന്നൊരു വാർത്തയാണ് അവർ ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നത്. കൗമുദിയുടെ പ്രധാനപ്പെട്ട വാർത്ത നമ്മൾ നേരത്തെ പറഞ്ഞ ആ വാർത്ത തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ വിമാനത്താവളം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ അതിൽ ഉള്ള പ്രതികരണം അല്ലെങ്കിൽ അതിൽ ഹൈക്കോടതി പറഞ്ഞ കാര്യം തന്നെയാണ്. ഇന്ന് ജന്മഭൂമിയുടെ ഒന്നാം പേജിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്ത. അതിൽ ശങ്കർദാസ് വിജയകുമാർ അറസ്റ്റിന് SIT എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ദേവസ്വം ബോർഡ് ആ വിഷയത്തിൽ അന്വേഷണം ഹൈക്കോടതി വിമർശനത്തോടെ വേഗത്തിലാക്കാൻ SIT എന്നാണ് അതിൽ ജന്മഭൂമി പറഞ്ഞിരിക്കുന്നത്. ദേശാഭിമാനിയുടെ ഉൾപേജിലേക്ക് പോയാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുള്ളത് DMK കേന്ദ്രങ്ങളിൽ വോട്ട് വെട്ട് നടന്നിരിക്കുന്നു SIRമായി ബന്ധപ്പെട്ട് എന്നുള്ളൊരു വാർത്ത ദേശാഭിമാനി 7-ാം പേജിൽ നൽകിയിരിക്കുന്നു. അത് വലിയ പ്രാധാന്യത്തിൽ തന്നെ നൽകിയിരിക്കുന്നു. മറ്റൊന്ന്, ഇപ്പം നമുക്കറിയാവുന്നതുപോലെ ബംഗാളിലും തമിഴ്നാട്ടിലും ഈ രീതിയിലേക്ക് ഡിലിഷൻ വലിയ രീതിയിൽ വന്നിരിക്കുന്നു. അതിൽ തന്നെ ബംഗാളിൽ ചില മേഖലകളിൽ വന്നിരിക്കുന്നു എന്നുള്ള ഒരു വിമർശനം കൃത്യമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടെയാണ് DMKയുടെ മേഖലകളിൽ ഏറ്റവും കൂടുതൽ പേർ വോട്ടിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ആ വാർത്തയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട്. അത് ഹിന്ദു അടക്കമുള്ള പത്രങ്ങൾ ആ വാർത്ത നൽകിയിട്ടുണ്ട്. സ്പോർട്സിലേക്ക് വന്നാൽ 12-ാം പേജിൽ മലയാള മനോരമ വളരെ പ്രധാനപ്പെട്ട ഒരു രസകരമായ 2 വാർത്തകൾ നൽകിയിരിക്കുന്നു. അതൊന്ന് സൂപ്പർ ക്രോസ് ബൈക്ക് റേസിംഗ് ആണ്. അതിൽ സൂപ്പർ ഷോ എന്ന തലക്കെട്ടിൽ സൽമാൻ ഖാൻ റേസിംഗ് വേദിയിലെത്തിയതും മന്ത്രി മുഹമ്മദ് റിയാസ് ഒപ്പമുള്ളതും കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന റേസിംഗിൻ്റെ ആ വാർത്ത പ്രാധാന്യത്തോടുകൂടെ നൽകിയിരിക്കുന്നു. ഒപ്പമെത്തി എംബാപ്പെ എന്ന് പറഞ്ഞുകൊണ്ട് 12-ാം പേജിൽ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോൾ റെക്കോർഡിനൊപ്പം എംബാപ്പെ എത്തിയ ആ വാർത്തയും ഒരു രസകരമായി തന്നെ അവർ നൽകിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ധാക്ക സർവകലാശാല ഹാളിൽ നിന്ന് ബംഗബന്ധു ഷെയ്ഖ് മുജിബുർ റഹ്മാൻ്റെ പേരിലുള്ള ഹാളിന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട യുവജന നേതാവ് ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ പേര് നൽകിയിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ്. അത് ഒരു ചരിത്രത്തെ തന്നെ വേറൊരു തരത്തിലേക്ക് ഡീകൺസ്ട്രക്റ്റ് ചെയ്യുന്നൊരു സംഭവം എന്ന് പറയാം. കാരണം ബംഗ്ലാദേശിൻ്റെ വിമോചന പോരാട്ടം നടത്തുകയും അതിൻ്റെ രാഷ്ട്രപിതാവാവുകയും ചെയ്ത ഒരാളുടെ ജീവിതത്തെ, ആ ചരിത്രത്തെ തീർച്ചയായിട്ടും അല്ലെങ്കിൽ വലിയ രീതിയിൽ അങ്ങേയറ്റം വിസ്മരിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നീക്കമായി കൂടെ നമ്മൾ ബംഗ്ലാദേശിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റുകളെ കൂടെ കാണേണ്ടി വരും. അത് അവിടുത്തെ ഒരു നന്ദികേടിൻ്റെ സ്വഭാവം കൂടെ ആ സംഭവങ്ങൾക്ക് ഉണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം ആ രീതിയിലാണ് ബംഗ്ലാദേശിലെ വിമോചന പോരാട്ടം നടന്നതെന്ന് നമുക്കറിയാം. ഈ വാർത്ത 1-ാം പേജിൽ ഹിന്ദു അവരുടെ പ്രധാനപ്പെട്ട തലക്കെട്ടായി നൽകിയിരിക്കുന്നു. കീപ്പിംഗ് എ ക്ലോസ് വാച്ച് ഓൺ ബംഗ്ലാദേശ് ഇവൻറ്റ്സ് എന്ന് ഇന്ത്യ പറഞ്ഞിരിക്കുന്ന കാര്യം കൂടെ അതിൽ ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ പലതരത്തിൽ വളരെ വ്യത്യസ്തമായ വാർത്തകളും ധാരാളം പലതരം വിഷയങ്ങളും എല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ദിവസം, ഒരു പ്രഭാതം എന്ന് പറയേണ്ടി വരും. ഏതായാലും മറ്റു വാർത്തകളുടെ തിരക്കുകളിലേക്ക് നമ്മൾ കൂടുതലായിട്ട് കടക്കുന്ന മണിക്കൂറുകളിലേക്ക് പോവുകയാണ്. ഹർഷൻ, ഏതായാലും നമ്മുടെ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടെ ശുഭദിനം ആശംസിക്കുന്നു. ഹർഷനും